നടൻ ജയസൂര്യയുടെ ചിത്രം പകർത്തിയ മാധ്യമപ്രവർത്തകനെ കയ്യേറ്റം ചെയ്തതായി പരാതി. കൊട്ടിയൂർ ക്ഷേത്ര ദർശനത്തിനെത്തിയ ജയസൂര്യയുടെ ചിത്രം പകർത്താൻ ശ്രമിച്ചപ്പോഴായിരുന്നു സംഭവം. പേരാവൂരിലെ ഹൈവിഷൻ ചാനൽ റിപ്പോർട്ടറും ഫോട്ടോഗ്രാഫറുമായ സജീവ് നായരാണ് പോലീസിൽ പരാതി നൽകിയത്. ജയസൂര്യയുടെ കൂടെ വന്ന ആളുകൾ കയ്യേറ്റം ചെയ്തു എന്നാണ് പരാതി. ഫോട്ടോ എടുക്കണ്ട, നിങ്ങളോട് പറഞ്ഞല്ലേ ഫോട്ടോ എടുക്കണ്ട. രണ്ട് തവണ പറഞ്ഞു ഞാൻ നിങ്ങളോട് അമ്പലത്തിലെ ഫോട്ടോ പിന്നെ ഇവിടെ ആൾക്കാർ വരുന്നില്ലേ, നിങ്ങളോട് 2 തവണ ഫോട്ടോ അമ്പലത്തിൽ ഇവിടെ ദേവസ്വം സ്റ്റാഫാണ്. വെള്ളിയാഴ്ച രാവിലെ 8:30യോടെയാണ് സംഭവം. അക്കരെ കൊട്ടിയൂരിലാണ് കയ്യേറ്റമുണ്ടായത്. ദേവസ്വം ബോർഡ് തന്നെ വൈശാഖ മഹോത്സവം കഴിയും വരെ ഫോട്ടോ എടുക്കാൻ താൽക്കാലികമായി ഏർപ്പാടാക്കിയ ആളാണ് സജീവ് നായർ. ജയസൂര്യ ക്ഷേത്ര ദർശനം നടത്താൻ എത്തിയപ്പോൾ ഫോട്ടോ എടുക്കണമെന്ന് ദേവസ്വം ആവശ്യപ്പെട്ട പ്രകാരമാണ് ഇദ്ദേഹം ഫോട്ടോ എടുത്തത്. ഇതിനിടയിലാണ് ഇങ്ങനെ കയ്യേറ്റം നടന്നത്. ജയസൂര്യയുടെ കൂടെ എത്തിയവർ ഫോട്ടോ എടുക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് വിലക്കുകയും ക്യാമറയ്ക്ക് നേരെ കൈയുയർത്തുകയും ചെയ്യുകയായിരുന്നു. ഫോട്ടോ എടുത്ത സജീവിനെ മർദ്ദിക്കുകയും ചെയ്തു. ഫോട്ടോ എടുക്കണ്ട, ഫോട്ടോ എടുക്കണ്ട, നിങ്ങളോട് പറഞ്ഞല്ലേ ഫോട്ടോ എടുക്കണ്ട. രണ്ട് തവണ പറഞ്ഞു ഞാൻ നിങ്ങളോട് അമ്പലത്തിലെ ഫോട്ടോ പിന്നെ ഇവിടെ ആൾക്കാർ വരുന്നില്ലേ, നിങ്ങളോട് 2 തവണ ഫോട്ടോ അമ്പലത്തിൽ ഇവിടെ ദേവസ്വം സ്റ്റാഫാണ്. ജയസൂര്യ നടൻ വരുന്നുണ്ടെന്ന് പറഞ്ഞ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നെ വിളിച്ചിരുന്നു. ഞാൻ ദേവസ്വം നിയമിച്ച അക്കരെ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് ഫോട്ടോയും വീഡിയോ എടുക്കാൻ നിയമിച്ച ഫോട്ടോഗ്രാഫറാണ്, മാധ്യമപ്രവർത്തനം കൂടിയാണ്. അപ്പം ഇന്ന് രാവിലെ വിളിച്ചു, ജയസൂര്യ വരുന്നുണ്ട്, എടുക്കണമെന്ന് പറയും. അപ്പോൾ ഞാനവിടെ ചെല്ലുമ്പം ഒരുപാട് ആളുകൾ തിരുവഞ്ചൂരിൽ നിന്ന് മൊബൈൽ വീഡിയോ എടുക്കുന്നുണ്ട്, ജയസൂര്യ എടുക്കുന്നുണ്ട്. അങ്ങനെ ഞാനും അതിനിടെ കയറി വീഡിയോ പകർത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ജയസൂര്യൻ്റെ കൂടെ വന്ന ഒരു പ്രായമുള്ള പുള്ളി എന്നെ ക്യാമറ ലെൻസ് പിടിച്ചിരിച്ച് പറഞ്ഞു, ഇവിടെ ഫോട്ടോ വീഡിയോ എടുക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞു, സാർ ഞാൻ ദേവസ്വം ഫോട്ടോഗ്രാഫറാണ്, പിന്നെ ദേവസ്വം വിളിച്ചിട്ടാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞു. ആര് വിളിച്ചാലും എനിക്ക് ഫോട്ടോ എടുക്കാൻ അനുമതിയില്ലാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ ലെൻസ് പിടിച്ചിട്ട് അവർ ഒറ്റ തിരിച്ചായിരുന്നു. അപ്പോൾ ലെൻസിന് സ്ക്രാപ്പ് ചെറുതായിട്ട് പൊട്ടിയെന്ന് എനിക്ക് തോന്നുന്നു. അത് കഴിഞ്ഞ് ഞാൻ ദേവസ്വം ഓഫീസിൻ്റെ പുറത്ത് നിൽക്കുന്ന സമയത്ത് ഞാൻ അമ്പലത്തിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി ക്യാമറ എടുത്തുള്ളൂ, റെക്കോർഡ് അമർത്തുന്നു. വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ജയസൂര്യൻ്റെ ഒപ്പമുള്ള 2-3 പേര് ഒരുമിച്ച് ചേർന്നിട്ട് എന്നെ പിടിച്ചിട്ട് എൻ്റെ വയറിനും കൈക്കും പിടിച്ചിട്ട് നേരെ ദേവസ്വം ഓഫീസിൻ്റെ മുന്നിൽ കൊണ്ടുപോയിട്ട് CCTV ദൃശ്യം കൃത്യമായിട്ട് കിട്ടും, അവിടെയുണ്ട്. എന്നെ മുന്നിൽ കൊണ്ടുപോയിട്ട് അവർ 3 കൂടി ചേർന്നിട്ട് എൻ്റെ വയറിന് ശക്തമായി ഇടിക്കുന്നത്, കൈ പിടിച്ച് ഇടിച്ചു. എന്നിട്ട് പറഞ്ഞു, നീ എവിടുത്തെ മാധ്യമപ്രവർത്തനമായാലും എവിടുത്തെ ദേവസ്വത്തിൻ്റെ ആളായാലും നമ്മൾ ചെയ്യേണ്ടത് ചെയ്യും, പിന്നെ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു. എനിക്ക് എൻ്റെ വയറിപ്പം നല്ല വേദനയുണ്ട്, ഞാനിപ്പോൾ ആശുപത്രിയിലുള്ളത്, നല്ല വേദനയുണ്ട്. അവർ ഈ ജയസൂര്യ മുന്നിൽ നടന്നു നീങ്ങുന്നതിനൊപ്പരം ഇവരുണ്ട്, ഇവരൊരു 10-12 പേര് ഒരുമിച്ചുണ്ടായിരുന്നു. പക്ഷേ ഈ 3 പേരാണ് എന്നെ ക്രൂരമായിട്ട് ഇപ്പോൾ ആക്രമിച്ചിരിക്കുന്നത്. ജയസൂര്യയുടെ കൂടെ ഉണ്ടായിരുന്ന 3 പേരാണ് തന്നെ മർദ്ദിച്ചതെന്ന് സജീവ് നായർ പറഞ്ഞു. സജീവ് നായർ കൊട്ടിയൂർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടി. സജീവ് നായരുടെ വയറിനും കൈക്കും കാലിനുമാണ് പരിക്കേറ്റത്. കേളകം പോലീസിലാണ് പരാതി നൽകിയിട്ടുള്ളത്. താൽക്കാലിക ജീവനക്കാരനെ മർദ്ദിച്ചെന്ന് കാണിച്ച് ദേവസ്വം ബോർഡും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. മാധ്യമപ്രവർത്തകൻ സജീവ് നായരെ മർദ്ദിച്ച സംഭവത്തിൽ കണ്ടാലറിയാവുന്ന 3 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. ന്യൂസ് ഡെസ്ക് ഗ്രാമിക ന്യൂസ്. ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള 100% വിജയചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ITI. സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് 4.5 പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം. കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് NCVT സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ITI. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ, KGCE ഈവനിംഗ് ബാച്ചുകൾ, 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, 50% ഫീസ് ഇളവോട് കൂടിയ സ്കോളർഷിപ്പുകൾ. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മോഡേൺ ITI, ഓപ്പോസിറ്റ് ചേംബർ ഹാൾ, കാൽടെക്സ്, കണ്ണൂർ.